നമസ്കാരം. NCTV വാർത്തകളുമായി ഞാൻ സെബി ജോർജ് തെക്കൂടൻ. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. അശാസ്ത്രീയമായി പീച്ചി ഡാം തുറന്നുവിട്ട് മനുഷ്യനിർമ്മിത പ്രളയമുണ്ടാക്കിയ അധികാരികൾക്കെതിരെ നടപടിയെടുക്കുക, പ്രളയ ദുരിതബാധിതർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് BJP നെന്മണിക്കര പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. വയനാടിന് കൈത്താങ്ങായി ആമ്പലൂർ മേഖലയിലെ സ്വകാര്യ ബസ്സുകളുടെ കാരുണ്യയാത്ര. പാലപ്പിള്ളിയിൽ മാനിനെ കൈകാലുകൾ കെട്ടിയിട്ട് ഫോട്ടോ എടുത്ത കേസിൽ ഒരാൾ അറസ്റ്റിൽ. തിരുവനന്തപുരം അമ്പൂര് വിനോദാണ് അറസ്റ്റിലായത്. മണലിപ്പുഴയുടെ തീരത്ത് കുളവെട്ടി മരത്തൈകൾ വെച്ചുപിടിപ്പിക്കൽ എന്ന അളകപ്പനഗർ ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതി പഞ്ചായത്ത് പ്രസിഡന്റ് K. രാജേശ്വരി ഉദ്ഘാടനം ചെയ്തു. മട്ടത്തൂർ ഇറിഗേഷൻ കനാലിന്റെ ഇരുവശങ്ങളിലും വളർന്നു നിൽക്കുന്ന പാഴ്ചെടികൾ വെട്ടിനീക്കണമെന്ന് ആവശ്യമായിരുന്നു. വാർത്തകൾ വിശദമായി. പാലപ്പിള്ളിയിൽ മാനിനെ കൈകാലുകൾ കെട്ടിയിട്ട് ഫോട്ടോ എടുത്ത കേസിൽ ഒരാൾ അറസ്റ്റിൽ. തിരുവനന്തപുരം അമ്പൂര് സ്വദേശി 48 വയസ്സുള്ള വിനോദാണ് അറസ്റ്റിലായത്. സംഭവത്തിൽ 4 ആളുടെ പേരിൽ വനം വകുപ്പ് അധികൃതർ കേസെടുത്തിരുന്നു. തിരുവനന്തപുരം സ്വദേശികളായ ഷിബു, സന്തോഷ് കുമാർ, ഹരി എന്നിവരെ പിടികിട്ടാനുണ്ട്. പാലപ്പിള്ളി തോട്ടത്തിൽ കരാറടിസ്ഥാനത്തിൽ കാലാവധി കഴിഞ്ഞ മരം മുറിക്കുന്ന ജോലിക്കെത്തിയ സംഘത്തിൽപ്പെട്ടയാളാണ് അറസ്റ്റിലായ വിനോദ്. ഓഗസ്റ്റ് 6-നായിരുന്നു സംഭവം. പ്രതികൾ മാനിനെ കെട്ടിയിട്ട് ഫോട്ടോയും വീഡിയോയും എടുക്കുകയായിരുന്നു. വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ വിനോദിനെ റിമാൻഡ് ചെയ്തു. അശാസ്ത്രീയമായി പീച്ചി ഡാം തുറന്നുവിട്ട് മനുഷ്യനിർമ്മിത പ്രളയമുണ്ടാക്കിയ അധികാരികൾക്കെതിരെ നടപടിയെടുക്കുക, പ്രളയ ദുരിതബാധിതർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് BJP നെന്മണിക്കര പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. SC മോർച്ച സംസ്ഥാന പ്രസിഡന്റ് ഷാജുമോൻ വട്ടേക്കാട് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാധരൻ കോപ്പാട്ടിൽ അധ്യക്ഷത വഹിച്ചു. BJP ജില്ലാ സമിതി അംഗം രാജീവ് കണ്ണാറ, BJP ആമ്പല്ലൂർ മണ്ഡലം പ്രസിഡന്റ് AG രാജേഷ് എന്നിവർ പ്രസംഗിച്ചു. നേതാക്കളായ സന്ദീപ് ആമ്പല്ലൂർ, സുരേഷ് കടുകപ്പറമ്പിൽ, മണികണ്ഠൻ കുന്നപ്പള്ളി, MK ചന്ദ്രൻ, ഭരതൻ ഏവക്കാട് എന്നിവർ നേതൃത്വം നൽകി. വയനാടിന് കൈത്താങ്ങായി ആമ്പലൂർ മേഖലയിലെ സ്വകാര്യ ബസ്സുകളുടെ കാരുണ്യയാത്ര. ജില്ലാ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ആമ്പലൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിലായിരുന്നു വയനാടിലെ ദുരിതബാധിതർക്കായി സ്വകാര്യ ബസ്സുകൾ സ്നേഹയാത്രയൊരുക്കിയത്. പുതുക്കാട് SI N. പ്രദീപ് ഫ്ലാഗ് ഓഫ് ചെയ്തു. ആമ്പലൂർ മേഖലാ പ്രസിഡന്റ് PM റാഫേൽ മാത്യു, സെക്രട്ടറി ജോബി മഞ്ഞളി, ട്രഷറർ അബ്ദു എന്നിവർ പ്രസംഗിച്ചു. ബാക്കി തുക മടക്കി വാങ്ങാതെയും കൂടുതൽ പണം സംഭാവന നൽകിയും യാത്രക്കാരും സ്നേഹയാത്രയിൽ പങ്കാളികളായി. വയനാടിനൊരു കൈത്താങ് എന്ന പേരിൽ വ്യാഴാഴ്ചയാണ് യാത്ര നടത്തിയത്. വയനാടിനൊരു കൈത്താങ്, ഒരു മഹാദുരന്തം കേരളത്തിലുണ്ടായിട്ട് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ല, കേരളം മുഴുവൻ ഇന്നത്തെ ദിവസം ഒരു കൈത്താങ്ങായി നമ്മൾ കഴിഞ്ഞ സഹോദരങ്ങൾക്ക് നമുക്ക് ചെയ്യാവുന്നത് ചെയ്യുന്നതിന് വേണ്ടി ഒരു യാത്ര നടത്തുകയാണ്. എല്ലാ ജനങ്ങളും ഇതിനുവേണ്ടി സഹകരിക്കണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. ആമ്പല്ലൂർ മേഖലയിലെ 50-55ഓളം ബസ്സുകൾ ഈ കാരുണ്യയാത്രയിൽ പങ്കെടുക്കുന്നുണ്ട്. വയനാടിന് വേണ്ടി ഒരു സഹായം എന്ന നിലയിൽ നമുക്ക് കിട്ടുന്ന നമ്മുടെ ചെലവ് കഴിച്ച് കിട്ടുന്ന ബാക്കി മുഴുവൻ ഫണ്ടും ഒന്നിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കോ അല്ലെങ്കിൽ നമ്മൾ വേറെ ആ ഒരു ഭവനം പണിത് കൊടുക്കാനോ നമ്മളത് കൊടുക്കുന്നതായിരിക്കും. അതിൻ്റെ ഉത്തരവാദിത്വം ഈ സംഘടനയ്ക്കുണ്ട്. മണലിപ്പുഴയുടെ തീരത്ത് കുളവെട്ടി മരത്തൈകൾ വെച്ചുപിടിപ്പിക്കൽ എന്ന അളകപ്പനഗർ ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതി പഞ്ചായത്ത് പ്രസിഡന്റ് K. രാജേശ്വരി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം PK ശേഖരൻ അധ്യക്ഷത വഹിച്ചു. തൃശൂർ സെന്റ് തോമസ് കോളേജിലെ ബോട്ടണി MSc വിദ്യാർത്ഥികൾ, അധ്യാപകനായ ആന്റോ വരവൂർ, അസിസ്റ്റന്റ് സെക്രട്ടറി ആൽഫ്രഡ് എന്നിവർ നേതൃത്വം നൽകി. പഞ്ചായത്ത് അംഗങ്ങളായ നിമിത ജോസ്, സജ്ജന ഷിബു, KA ശൈലജ, അശ്വതി പ്രവീൺ, പഞ്ചായത്ത് സെക്രട്ടറി PB സുഭാഷ്, അസിസ്റ്റന്റ് സെക്രട്ടറി സ്മിത ഭാസ്കർ, മറ്റുദ്യോഗസ്ഥർ എന്നിവർ പ്രസംഗിച്ചു. കേരളത്തിൽ ഇത് വച്ചുപിടിപ്പിച്ച് വലിയ പേരും പ്രശസ്തി നേടിയത്
അന്ന് തൊട്ട് ഞങ്ങളും ഇത് ഞങ്ങളുടെ പഞ്ചായത്തിലും ആരംഭിക്കണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് അത് നടക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ പഞ്ചായത്തിൻ്റെ തൊഴിലുറപ്പ് പദ്ധതിയുമായി സംയോജിപ്പിച്ചുകൊണ്ടാണ് ഈ പരിപാടി നടത്തുന്നത്. കുറച്ച് നാൾ മുമ്പ് നടാൻ വേണ്ടിയുള്ള എല്ലാ കുഴികളും കുത്തി എല്ലാം നമ്മുടെ പഞ്ചായത്തിൻ്റെ 2024-25 വർഷത്തിലെ നൂതന പദ്ധതിയായ കുളവെട്ടി മരങ്ങൾ വെച്ചുപിടിക്കുന്ന ഭാഗമായിട്ട് ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ സെൻറ് തോമസ് കോളേജിലത്തെ പ്രൊഫസർ ആൻഡ്രു സാറും ഇവിടെ മുമ്പ് താമസിച്ചിരുന്ന വീട്ടുകാരെയൊക്കെ ഇവിടുന്ന് മാറ്റി താമസിപ്പിക്കേണ്ട ഒരു സ്ഥിതി ഉണ്ടായി. അപ്പോൾ പുഴയുടെ ബണ്ടിടിയിലും ഉൾപ്പെടെയുള്ള ഒരു പ്രദേശമാണ്. അവിടെ ഈ പറഞ്ഞ കുളവെട്ടി മരങ്ങൾ വെച്ച് പിടിപ്പിച്ചുകൊണ്ട് പ്രകൃതിയെ സംരക്ഷിക്കുക, മണ്ണിനെ സംരക്ഷിക്കുക എന്നുള്ള ഒരു വലിയൊരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇവിടെ വിദ്യാർത്ഥികളടക്കം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. കുളവെട്ടി മരങ്ങൾ നട്ട് സംരക്ഷിക്കുക എന്നുള്ളത് 2014 മുതൽ സെൻറ് തോമസ് കോളേജിൻ്റെ ബോട്ടണി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ദൗത്യമായിട്ട് ഏറ്റെടുത്തിട്ട് ചെയ്തു വരുന്ന ഒരു പ്രക്രിയയാണ്. അതിൻ്റെ ഭാഗമാകാനായിട്ട് നമ്മുടെ ഈ പഞ്ചായത്തും അളഗപ്പനഗർ പഞ്ചായത്തും അതിന് സന്നദ്ധത അറിയിച്ചതിൽ ഏറ്റവും വലിയ സന്തോഷവും. ട്രാവൻകോറികം എന്ന ഈ ചെടിയുടെ കുളവെട്ടിയുടെ ജൈത്രയാത്രയ്ക്ക് അടുത്ത ഒരു ഇടം നൽകിയൊരു സ്ഥലമാണ് അളഗപ്പ. വലിയ സന്തോഷമുണ്ട്. കാരണം ഇത് തൊഴിലുറപ്പ് പദ്ധതിയുമായി സംയോജിപ്പിച്ചുകൊണ്ട് കുറേ സ്ഥലങ്ങളിൽ ഞങ്ങൾ ചെയ്തു. അപ്പോൾ ഇങ്ങനൊരു പദ്ധതി ഉണ്ട്, ഇങ്ങനൊരു പ്രൊജക്റ്റ് തുടങ്ങണമെന്ന് പറഞ്ഞപ്പോൾ സ്മിത പഞ്ചായത്തിൻ്റെ ഈ വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രൊജക്റ്റാണ് ശരിക്കും ഈ കുളവെട്ടി മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക എന്നുള്ളത്. നമ്മൾ കഴിഞ്ഞ വർഷം തൊട്ട് തുടങ്ങിയതാണ് ഇതിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളും എന്നുള്ളതാണ്. ഇവിടെ ശരിക്കും ഈ പ്രദേശത്ത് ഒരു 10-13 വീടുകൾ ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു. എല്ലാ പ്രാവശ്യവും ഇവിടെ വെള്ളം കയറി, വീട്ടിൽ വെള്ളം കയറുക, അങ്ങനെ നാശനഷ്ടങ്ങൾ ഉണ്ടാവുക, അങ്ങനെയൊക്കെ ഉണ്ടായിട്ട് ഇവരെ മാറ്റി പാർപ്പിക്കേണ്ട ഒരു അവസ്ഥ വരെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഈ നമ്മൾ പുതുക്കാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ കലോത്സവം 2024 സംഘടിപ്പിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സതി സുധീർ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം ഷാജു കാളിയങ്കര അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക MP ബിന്ദു, പ്രിൻസിപ്പൽ KA സംഗീത, PTA പ്രസിഡന്റ് CP ജോസഫ് എന്നിവർ പ്രസംഗിച്ചു. പുരുഷ സൗന്ദര്യം നിലനിർത്താൻ ഫേസ് ആൻഡ് ഹെയർ ലുക്ക് ജെൻസ് ബ്യൂട്ടി പാർലർ പുതുക്കാട് മുപ്ലിയം റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു. പുതുക്കാട് മുപ്ലിയം റോഡിൽ ഗവൺമെന്റ് സ്കൂളിന് സമീപമാണ് ഫേസ് ആൻഡ് ഹെയർ ലുക്ക് ജെൻസ് ബ്യൂട്ടി പാർലർ പ്രവർത്തനം ആരംഭിച്ചത്. സുമൻ തണ്ടിക്കപ്പറമ്പിലിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് സ്ഥാപനം. സുമൻ തണ്ടിക്കപ്പറമ്പിലിന്റെയും ശരണ്യയുടെയും മക്കളായ ശബരീഷ് കൃഷ്ണ, ശ്രീപൂജിത, തപസ്യ, മീനാക്ഷി എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് അംഗം ഷാജു കാളിയങ്കര ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഹെയർ കട്ടിംഗ്, ഫേഷ്യൽ, ബ്ലീച്ച്, ഹെയർ കളറിംഗ് കൂടാതെ ടാറ്റു വർക്കുകളും ഉത്തരവാദിത്വത്തോടെ ചെയ്തു കൊടുക്കുന്നു. റീഫ്രഷ് യുവർ സ്റ്റൈൽ ഫേസ് ആൻഡ് ഹെയർ ലുക്ക് ജെൻസ് ബ്യൂട്ടി പാർലർ, പുതുക്കാട് മുപ്ലിയം റോഡ്, ഗവൺമെന്റ് സ്കൂളിന് സമീപം. ഫോൺ 8943686533 8157007101. നമ്മളിവിടെ പുതിയ ഷോപ്പ് ആരംഭിച്ചേക്കാണ്. പുതുക്കാട് മുപ്ലിയം റോട്ടിൽ ഗവൺമെൻറ് സ്കൂളിൻ്റെ വഴിയിലായിട്ടാണ് നമുക്ക് ചെയ്യുന്ന കാര്യങ്ങൾ. അതിന് കടയിൽ ടാറ്റു വർക്ക്, ബീഡൽ വർക്കിനായാലും കല്യാണ വർക്ക്, മേക്കപ്പ് വർക്ക് ഒക്കെ ഒരുവിധം മുടി കളറിങ് കാര്യങ്ങളൊക്കെ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ഉത്തരവാദിത്തത്തോടെ ചെയ്ത് കൊടുക്കുന്നതാണ്. എല്ലാവരും സഹകരണങ്ങൾ നമ്മളിവിടെ പ്രതീക്ഷിക്കുന്നത് എല്ലാം അടിപൊളിയായിട്ട്. മറ്റത്തൂർ ഇറിഗേഷൻ കനാലിന്റെ ഇരുവശങ്ങളിലും വളർന്നു നിൽക്കുന്ന പാഴ്ചെടികൾ വെട്ടിനീക്കണമെന്ന് ആവശ്യമായിരുന്നു. വാർഷിക അറ്റകുറ്റപ്പണികളുടെ ഭാഗമായി കനാലിനകത്തെ പുല്ലും ചെളിയും നീക്കാറുണ്ടെങ്കിലും കാടുകയറി കിടക്കുന്ന കനാൽ ബണ്ടുകൾ വൃത്തിയാക്കാറില്ല. ഇതുമൂലം കനാൽ ബണ്ട് റോഡുകൾ പുല്ലും പാഴ്ചെടികളും നിറഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാത്ത അവസ്ഥയാണ്. കനാൽ ബണ്ടിലെ കുറ്റിക്കാടുകളിൽ ഇഴജന്തുക്കളും തെരുവു നായ്ക്കളും വിഹരിക്കുന്നതിനാൽ ഇതുവഴിയുള്ള യാത്ര സുരക്ഷിതമല്ലെന്നാണ് നാട്ടുകാരുടെ പരാതി.
ചാലക്കുടി ജലസേചന പദ്ധതിയിലെ വലതുകര മെയിൻ കനാലിന്റെ ശാഖയായ മറ്റത്തൂർ കനാലിന് 19 കിലോമീറ്റർ നീളമാണുള്ളത്. കോടശ്ശേരി പഞ്ചായത്തിലെ മാരാങ്കോട് നിന്ന് ആരംഭിച്ച മറ്റത്തൂർ പറപ്പൂക്കര പഞ്ചായത്തുകളുടെ അതിർത്തിയിലുള്ള മറ്റത്തൂർ പടിഞ്ഞാറ്റുമുറി ചോങ്കുളത്തിൽ അവസാനിക്കുന്ന കനാലിലും കനാൽ ബണ്ടുകളിലും പാഴ്ചെടികൾ വളർന്നു നിൽക്കുകയാണ്. വിസ്തൃതമായ മറ്റത്തൂർ പഞ്ചായത്തിലെ പകുതിയോളം പ്രദേശങ്ങളിൽ വേനൽക്കാലത്ത് ജലസേചനത്തിന് വെള്ളമെത്തുന്നത് ഈ കനാലിലൂടെയാണ്. ഇറിഗേഷൻ വകുപ്പ് നേരിട്ടാണ് കനാൽ വൃത്തിയാക്കി വരുന്നത്. നേരത്തെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വർഷത്തിൽ 2 തവണ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കനാൽ വൃത്തിയാക്കിയിരുന്നു. കനാലിൽ വീണുകിടക്കുന്ന മാലിന്യവും മണ്ണും കോരിക്കളഞ്ഞും ബണ്ടുകളിൽ വളർന്നു നിൽക്കുന്ന കുറ്റിച്ചെടികൾ വെട്ടിനീക്കിയും കാര്യക്ഷമതയോടെയാണ് തൊഴിലുറപ്പ് പണിക്കാർ കനാൽ വൃത്തിയാക്കി പോന്നിരുന്നത്. പിന്നീട് തൊഴിലുറപ്പ് പണിക്കാരെ ഒഴിവാക്കി ഇറിഗേഷൻ വകുപ്പ് ഈ പ്രവൃത്തി നേരിട്ട് ചെയ്യാൻ തുടങ്ങിയതോടെ കനാൽ മാലിന്യവും കാടും നിറഞ്ഞ് ശോച്യാവസ്ഥയിലായി. മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് വേനൽക്കാലത്തിനു മുൻപായി കനാലിന്റെ അടിത്തട്ട് വൃത്തിയാക്കുന്നുണ്ടെങ്കിലും വശങ്ങളിൽ വളർന്നു നിൽക്കുന്ന പാഴ്ചെടികൾ നീക്കം ചെയ്യാത്തത് നാട്ടുകാർക്ക് ദുരിതമായി മാറി. പുതുക്കാട് ഗ്രാമപഞ്ചായത്തിൽ സംഘടിപ്പിച്ച തണൽ വയോജന സർഗോത്സവം വിജയിപ്പിച്ച ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെയും ഭരണസമിതിയെയും പുതുക്കാട് പഞ്ചായത്ത് തണൽ കമ്മിറ്റി ഭാരവാഹികൾ ആദരിച്ചു. വി കെ വേലുക്കുട്ടി അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ബാബുരാജ്, വൈസ് പ്രസിഡന്റ് ഷൈനി ജോജു, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷാജു കാളിയേങ്കര, രതി ബാബു, ആൻസി ജോബി, പുതുക്കാട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ടി എസ് രാജു, സെക്രട്ടറി ഉമ ഉണ്ണികൃഷ്ണൻ, അസിസ്റ്റന്റ് സെക്രട്ടറി എം പി ചിത്ര, തണൽ സെക്രട്ടറി ടി കെ ചാക്കുണ്ണി, ട്രഷറർ ഈനാശു നടുവിൽ പിടിക എന്നിവർ പ്രസംഗിച്ചു. ഇന്നൊരു തണൽ സംഘടനയുടെ നേതൃത്വത്തിൽ തണലിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നിങ്ങളെല്ലാം കൂടി തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നൊരു ആദരവ് എനിക്ക് നൽകുകയാണ് ചെയ്തത്. ഞാൻ ആവശ്യപ്പെട്ടിട്ടോ അല്ലെങ്കിൽ എൻ്റെ അറിവോടുകൂടി അല്ല ഇങ്ങനെ ഒരു ആദരവ് നടത്തിയെന്നുള്ളതാണ്. സ്വയമേവ ഇതിൻ്റെ അംഗങ്ങൾ, ഇതിൻ്റെ ഭാരവാഹികൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഞാൻ തണൽ സംവിധാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചതിൻ്റെ പേരിൽ അവർ സർഗോത്സവം എന്നുള്ളൊരു പരിപാടി നടന്നു തന്നെ നമ്മുടെ ആദരണായ ശ്രീ കെ എം ബാബുരാജ് സാറ് നല്ല മനസ്സുകൊണ്ടാണ് നമുക്കെല്ലാവർക്കും അറിയാം. എല്ലാം പൈസയും അതിനുള്ള ചെലവ് എല്ലാ തുകയും നമ്മളെ സഹായിച്ച ബാബുരാജ് സാറ് നമ്മളൊന്ന് അംഗീകരിക്കുക, അനുമോദിക്കുക എന്നുള്ളൊരു ചടങ്ങാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് സ്വാഗതത്തിലേക്കാണ് ഇത് കടന്ന് സ്വാഗതം പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ബാബുരാജ് ഇപ്പോൾ 2-3 വർഷങ്ങളധികം പ്രസിഡൻ്റായതിനു ശേഷം നമുക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുന്നതിനേക്കാൾ ഉപരി ഈ സംഘടന രൂപം കൊണ്ട് അന്ന് മുതൽ തന്നെ നമുക്കെല്ലാവർക്കും അറിയപ്പെട്ട പ്രിയങ്കരായ ശ്രീ കെ കെ നാരായണൻ്റെ നേതൃത്വത്തിൽ പുതുക്കാട് പഞ്ചായത്തിൽ തണലെന്ന സംഘടന രൂപം കൊണ്ടതിന് ശേഷം അദ്ദേഹം നയിച്ച നേതൃത്വം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പം അന്ന് ആ കാലഘട്ടങ്ങളിൽ മുതൽ ശ്രീ ബാബുരാജ്, ഞാൻ, അതുപോലെ തന്നെ പ്രിയപ്പെട്ട ഷാജു കാളിയങ്കര. ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിലെ 22ാമത് സ്കൂൾ കായികമേളയ്ക്ക് തുടക്കമായി. പ്രധാന അധ്യാപകൻ ടി അനിൽകുമാർ പതാക ഉയർത്തി. മാനേജ്മെന്റ് പ്രതിനിധി എ എൻ വാസുദേവൻ മുഖ്യാതിഥിയായി. ബി ബിജു, സി പി ജോബി, അരുൺ ഫ്രാൻസിസ് എന്നിവർ പ്രസംഗിച്ചു. മേള വെള്ളിയാഴ്ച സമാപിക്കും. അഞ്ചേരി കാർഷികേതര വായ്പാ സഹകരണ സംഘത്തിന്റെ വാർഷികാഘോഷങ്ങൾ ശനി ഞായർ ദിവസങ്ങളിലായി സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ ഒല്ലൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അഞ്ചേരി ശ്രീനാരായണ ഹാളിൽ ഞായറാഴ്ച രാവിലെ 10-ന് റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും. സംഘം പ്രസിഡന്റ് സതീഷ് മങ്കുഴി അധ്യക്ഷത വഹിക്കും. കേരള ബാങ്ക് പ്രസിഡന്റ് ഗോപി കോട്ടമുറിക്കൽ വിശിഷ്ടാതിഥിയാകും. ഒറ്റപ്പാലം അർബൻ ബാങ്ക് MD എം രാമനുണ്ണി മുഖ്യപ്രഭാഷണം നടത്തും. SSLC പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ജൂബി ടി കുര്യാക്കോസ് അവാർഡ് വിതരണം ചെയ്യും. ഞായറാഴ്ച ഉച്ചയ്ക്ക് 2-ന് ചടങ്ങിൽ വെച്ച് കേരള ബാങ്ക് വൈസ് പ്രസിഡന്റ് MK കണ്ണൻ മുതിർന്ന സഹകാരികളെ ആദരിക്കും. മുൻ വിദ്യാഭ്യാസ മന്ത്രി C രവീന്ദ്രനാഥ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യും. ഐഡിയ സ്റ്റാർ സിംഗർ സീസൺ 4 ഫ്രെയും ശ്രീലക്ഷ്മി കലാസന്ധ്യ ഉദ്ഘാടനം ചെയ്യും. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ശനിയാഴ്ച ഉച്ചയ്ക്ക് 2-ന് സഹകരണ സംഘവും മേലിട്ട ഐ ക്ലിനിക് ആൻഡ് ഓപ്റ്റിക്കൽസിന്റെ തൃശൂർ ആര്യ ഐ കെയറിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധന സംഘടിപ്പിക്കും. ശാന്തിഗിരി ആയുർവേദ മെഡിക്കൽ കോളേജുമായി സഹകരിച്ച് ആയുർവേദ ആൻഡ് സിദ്ധ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിക്കും. സംഘം സെക്രട്ടറി PS ഗിരീഷ്, പ്രസിഡന്റ് സതീഷ് മങ്കുഴി, വൈസ് പ്രസിഡന്റ് KB ജിനോസ്, സംഘം ഭരണസമിതി അംഗം സ്മിതി അനീഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.
കാർഷികേതര വായ്പാ സഹകരണ സംഘത്തിന്റെ പ്ലാറ്റിനം ജൂബിലി വർഷമാണ് ഈ 2024 മുതൽ 2024 ഡിസംബർ 31 വരെ. 1949 അഞ്ചേരി പ്രദേശത്തെ നെയ്ത്തുകാരെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു നൂൽനൂൽപ്പ് സംഘമായിട്ടാണ് ഇതിന്റെ ആരംഭം. അതിനുശേഷം 1981 രജിസ്ട്രാറുടെ സ്പെഷ്യൽ നിർദ്ദേശപ്രകാരം ഈ നൂൽനൂൽപ്പ് സംഘത്തെ ഒരു കാർഷികേതര വായ്പാ സഹകരണ സംഘമായിട്ട് ഉയർത്തുകയാണ് ചെയ്തത്. നാളിതുവരെ ഇതിന്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ, ഏറെ മികച്ച രീതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 75 വർഷം കൊണ്ടൊരു നൂൽനൂൽപ്പ് സംഘത്തിൽ നിന്ന് ഇന്ന് കാണുന്ന ഒരു ഹെഡ് ഓഫീസ് അഞ്ചേരി മരിയാപുരത്ത്, കുരിയച്ചിറയിൽ ഒരു ബ്രാഞ്ച്, അഞ്ചേരി ചുറ്റുമുള ജംഗ്ഷൻ എന്ന് പറയും വെസ്റ്റ് അഞ്ചേരിയിൽ സ്വന്തമായിട്ട് സ്ഥലം, ഈ 3 സ്ഥലവും സ്വന്തമായി ഏറ്റെടുക്കുകയും വളരെ മികച്ച രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വർത്തമാന കാലഘട്ടത്തിലെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ അഞ്ചേരി പ്രദേശത്ത് ഈ സഹകരണ സംഘം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ജനറൽ മസ്ദൂർ സംഘം തൊട്ടിപ്പാൾ യൂണിറ്റിന്റെ 9ാം വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു. മേഖലാ സെക്രട്ടറി ഉണ്ണി പുതിയടത്ത് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് PV പൗലോസ് അധ്യക്ഷത വഹിച്ചു. പൊതുയോഗത്തിൽ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. പഞ്ചായത്ത് സെക്രട്ടറി V കൃഷ്ണദാസ് തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകി. പ്രസിഡന്റായി PV പൗലോസിനെയും സെക്രട്ടറിയായി AV സത്യനെയും ട്രഷററായി KV രാമകൃഷ്ണനെയും തെരഞ്ഞെടുത്തു. BMS പുതുക്കാട് മേഖലാ സെക്രട്ടറി ഉണ്ണി പുതിയടത്തിന്റെ നേതൃത്വത്തിൽ രക്ഷാബന്ധൻ മഹോത്സവം ആഘോഷിച്ചു. ശ്രീകൃഷ്ണ ജയന്തിയുടെ മുന്നോടിയായി ആമ്പല്ലൂരിലെ വിവിധ സ്ഥലങ്ങളിലായി പതാക ദിനം സംഘടിപ്പിച്ചു. ആമ്പല്ലൂർ ശ്രീകൃഷ്ണപുരം മഹാദേവ ക്ഷേത്രത്തിൽ മുൻ ഡെപ്യൂട്ടി തഹസിൽദാർ അമ്മിണിയമ്മ ആലക്കാട്ട്, കുണ്ടുകാവ് ആമ്പല്ലൂർ NSS കരയോഗം പ്രസിഡന്റ് മുരളി ശങ്കരത്ത്, ആമ്പല്ലൂർ വടക്കുമുറിയിൽ CK കൊച്ചുകുട്ടൻ, സുറായി മൂലയിൽ ET സജികുമാർ, മാരിയമ്മൻ ക്ഷേത്രത്തിൽ സമിതി അംഗം സുനിത, ആമ്പല്ലൂർ ജംഗ്ഷനിൽ ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ അംഗം മാധവൻ, എരിപ്പോടിൽ രമണൻ കളരിക്കൽ എന്നിവർ ധ്വജാർച്ചന നടത്തി. വേലുപ്പാടം സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ ദ്യുതി 2024 കലോത്സവം വെള്ളിയാഴ്ച സംഘടിപ്പിക്കും. രാവിലെ 10-ന് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര ജേതാവ് ശീഷ്മ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. ഫാദർ ഡേവിസ് അധ്യക്ഷത വഹിക്കും. സാമ്പത്തിക സേവന രംഗത്തെ വിശ്വസ്തതയുടെ മുഖമുദ്രയായ പട്ടാമ്പി ഇൻവെസ്റ്റ്മെന്റ്സിന്റെ പുതിയ ബ്രാഞ്ച് വെള്ളിയാഴ്ച പുതുക്കാട് പ്രവർത്തനം ആരംഭിക്കും. ഉച്ചയ്ക്ക് 12-ന് പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് ഉദ്ഘാടനം ചെയ്യും. ബിൽഡിംഗ് ഓണേഴ്സായ PB രാമേന്ദ്രൻ, P നന്ദകുമാർ എന്നിവർ തിരിതെളിയിക്കും. ഉത്തരേന്ത്യൻ മോഡൽ സൈബർ തട്ടിപ്പ് സംഘം കയ്പമംഗലത്ത് അറസ്റ്റിൽ. കയ്പമംഗലം സ്വദേശിയെ സിനിമകൾ റിവ്യൂ ചെയ്ത് ലാഭം നേടാമെന്ന് വിശ്വസിപ്പിച്ച് പണം തട്ടിയ കേസിലാണ് അറസ്റ്റ്. കൊല്ലം കടക്കൽ സ്വദേശി 25 വയസ്സുള്ള അബ്ദുൾ അയൂബ്, തിരുവനന്തപുരം അനാട് സ്വദേശി 29 വയസ്സുള്ള ഷഫീർ, കൊല്ലം മാടത്തറ സ്വദേശികളായ 25 വയസ്സുള്ള ഷിനോജ്, 21 വയസ്സുള്ള അസ്ലം എന്നിവരാണ് പിടിയിലായത്. പ്രതികൾ ചേർന്ന് 44 ലക്ഷം രൂപ തട്ടിയെടുത്തുവെന്നാണ് പരാതി. തമിഴ്നാട്ടിലെ ഹൊസൂരിൽ നിന്നും തിരുവനന്തപുരത്ത് നിന്നുമായാണ് കൊടുങ്ങല്ലൂർ പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. കാലാവസ്ഥ. കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. അജൈവ മാലിന്യ ശേഖരണത്തിനായി അളഗപ്പനഗർ പഞ്ചായത്തിലെ ഹരിതകർമ്മസേനയുടെ വാഹനമായ ഈ ഓട്ടോ ദിവസവേതനാടിസ്ഥാനത്തിൽ ഓടിക്കാൻ താല്പര്യമുള്ള ആളുകളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചുകൊള്ളുന്നു. 20-നും 55-നും ഇടയിൽ പ്രായമുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള സ്ത്രീകൾക്ക് മുൻഗണന ഉണ്ടായിരിക്കുന്നതാണ്. ഈ മാസം 30-ന് വൈകുന്നേരം 4 മണി വരെ പഞ്ചായത്ത് ഓഫീസിൽ അപേക്ഷ സ്വീകരിക്കുന്നതാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഔട്ട് സ്റ്റേഷൻ സെന്ററായ CCIT പുതുക്കാടിൽ നിന്നും BSc, IT, MCA എന്നീ കോഴ്സുകളിൽ ഒഴിവുള്ള ഏതാനും സീറ്റുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. +2-വിൽ IT, കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് ഒരു വിഷയമായി പഠിച്ച +2 ആണ് BSc IT-യുടെ യോഗ്യത. BSc കമ്പ്യൂട്ടർ സയൻസ്, IT, BCA അല്ലെങ്കിൽ +2 തലത്തിൽ മാത്തമാറ്റിക്സ് ഒരു വിഷയമായി പഠിച്ച ഏതെങ്കിലും ഡിഗ്രിയാണ് MCA-യുടെ യോഗ്യത. ശനിയാഴ്ചയാണ് അവസാന തീയതി. MCC, ST, OBC വിഭാഗങ്ങൾക്ക് മുഴുവൻ ഫീസ് ഇളവ് ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 0482751888, മറ്റൊരു നമ്പർ 9995814411, മറ്റൊരു നമ്പർ 9048584865, മറ്റൊരു നമ്പർ 9446762845 എന്ന നമ്പറുകളിൽ ബന്ധപ്പെടുക.
സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6680 രൂപയും പവന് 53,440 രൂപയും രേഖപ്പെടുത്തി. മണ്ണമ്പേട്ട തേറാട്ടിൽ ഡേവിസ് അന്തരിച്ചു. 66 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. വത്സയാണ് ഭാര്യ. ഡിവിൻ, ബിബിൻ എന്നിവർ മക്കളും ആൻ മരുമകളുമാണ്. പുതുക്കാട് തട്ടിൽ കുപ്പയിൽ ജോസ് അന്തരിച്ചു. 67 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 10-ന് പുതുക്കാട് സെന്റ് ആൻഡീസ് ഫൊറോന പള്ളിയിൽ. ഫിലോമിനയാണ് ഭാര്യ. ടീനു മകളും സോനു മരുമകനുമാണ്. പുതുക്കാട് തെക്കേത്തുറവ് തോപ്പിൽ മാണിക്കൻ ഭാര്യ അയ്യ അന്തരിച്ചു. സംസ്കാരം നടത്തി. 3 മുറി ബേക്ക് പോയിന്റ് ബേക്കറി ഉടമ ചെട്ടിച്ചാൽ വൈലിക്കട വീട്ടിൽ ബാലൻ അന്തരിച്ചു. 65 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 10-ന് വീട്ടുവളപ്പിൽ. ഗിരിജയാണ് ഭാര്യ. വിപിൻ, പരേതയായ വൃഷിത എന്നിവർ മക്കളും അമൃത മരുമകളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. അശാസ്ത്രീയമായി പീച്ചി ഡാം തുറന്നുവിട്ട് മനുഷ്യനിർമ്മിത പ്രളയമുണ്ടാക്കിയ അധികാരികൾക്കെതിരെ നടപടിയെടുക്കുക, പ്രളയ ദുരിതബാധിതർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് BJP നെന്മണിക്കര പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. വയനാടിന് കൈത്താങ്ങായി ആമ്പലൂർ മേഖലയിലെ സ്വകാര്യ ബസ്സുകളുടെ കാരുണ്യയാത്ര. പാലപ്പിള്ളിയിൽ മാനിനെ കൈകാലുകൾ കെട്ടിയിട്ട് ഫോട്ടോ എടുത്ത കേസിൽ ഒരാൾ അറസ്റ്റിൽ. തിരുവനന്തപുരം അമ്പൂര് വിനോദാണ് അറസ്റ്റിലായത്. മണലിപ്പുഴയുടെ തീരത്ത് കുളവെട്ടി മരത്തൈകൾ വെച്ചുപിടിപ്പിക്കൽ എന്ന അളകപ്പനഗർ ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതി പഞ്ചായത്ത് പ്രസിഡന്റ് K. രാജേശ്വരി ഉദ്ഘാടനം ചെയ്തു. മട്ടത്തൂർ ഇറിഗേഷൻ കനാലിന്റെ ഇരുവശങ്ങളിലും വളർന്നു നിൽക്കുന്ന പാഴ്ചെടികൾ വെട്ടിനീക്കണമെന്ന് ആവശ്യമുയരുന്നു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.